ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗാഡ്ജറ്റ് ടൈമിലേക്ക് സ്വാഗതം. ആൻഡ്രോയിഡ് മൊബൈൽ ഇറങ്ങിയ കാലം തൊട്ടേ നമുക്കറിയാം, അന്നെല്ലാം ഒരു മൊബൈലിലുണ്ടായിരുന്നത് 256 MB റാമായിരുന്നു. ക്യാമറയാണ് ഉണ്ടായിരുന്നെങ്കിലോ 2 MP. ഇന്ന് ഇപ്പോൾ ഇറങ്ങുന്ന ഓരോ മൊബൈലും പരിശോധിച്ചാൽ അതിലുണ്ടായിരിക്കുന്ന മാറ്റം നമുക്ക് ശരിക്കും ശ്രദ്ധിക്കപ്പെടുന്നതാണ്. 6 GB റാമും 20 MP ക്യാമറയും. ക്യാമറ 20 MP മാത്രമല്ല, 20 MP ഡ്യുവൽ വരെ എത്തിക്കഴിഞ്ഞു. അങ്ങനെ ഓരോ കാലത്തും ഫോണിൻ്റെ സ്പെസിഫിക്കേഷനിൽ കാര്യമായ മാറ്റം വന്നുകൊണ്ടിരിക്കുന്നു. സാധാരണ സാംസങ്ങിൻ്റെ ഫ്ലാഗ്ഷിപ്പും ഐഫോണുമാണ് എപ്പോഴും ഏറ്റവും നല്ല ഒരു മൊബൈൽ എന്ന് ചോദിച്ചാൽ ആളുകൾ എടുത്തു പറയാറുള്ളത്. പിന്നീടുള്ളത് ഗൂഗിളിൻ്റെ പിക്സലും. എന്നാൽ ഇതിനെല്ലാം കടത്തിവെട്ടി ഏതൊരു ടെക് പ്രേമിയുടെയും കൗതുകമായി മാറുന്ന അത്രയും അധികം ഫീച്ചേഴ്സുള്ള ഒരു ഫ്ലാഗ്ഷിപ്പ് മൊബൈലാണ് വൺ പ്ലസിൻ്റെ മോഡലുകളിലാണ് ഏറ്റവും കൂടുതൽ ഫീച്ചേഴ്സ് ഏറ്റവും കുറവ് വിലയിൽ ലഭിക്കുന്ന ഒരു ഫ്ലാഗ്ഷിപ്പായി നമുക്ക് ലഭിക്കുന്നത്. ഇന്ന് നമ്മളിവിടെ പരിചയപ്പെടുന്നത് കഴിഞ്ഞ മാസം വൺ പ്ലസ് ഇറക്കിയ അവരുടെ ഏറ്റവും പുതിയ മോഡലായ OnePlus 5 എന്ന മോഡലാണ്. ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ റാം 8 GB ആണ് എന്നുള്ളതാണ്. ഇന്ന് നമുക്ക് ഗാഡ്ജറ്റ് ടൈമിലൂടെ OnePlus 5ൻ്റെ ഫീച്ചേഴ്സ് എന്തെല്ലാമെന്ന് ഒന്ന് പരിചയപ്പെടാം. സ്വല്പം സ്റ്റൈലിഷായ ഒരു പാക്കേജിനുള്ളിൽ മനോഹരമായി ഒതുക്കി ശരിക്കും ഇന്റർനാഷണൽ സ്റ്റൈലിങ്ങിലുള്ള ഒരു പാക്കായാണ് OnePlus 5 വരുന്നത്. വളരെ സ്ലിമായ ബോഡിയാണ് OnePlusൻ്റെ. ഫ്ലാഗ്ഷിപ്പുകളിൽ ഇതിലും കനമുള്ളത് മറ്റൊന്നിനുമില്ല. വെറും 7.25 mm മാത്രം. കനം കുറയുമ്പോൾ ബാറ്ററി ചെറുതാകില്ലേ? അപ്പോൾ ചാർജ് കപ്പാസിറ്റി ഒക്കെ കുറയില്ലേ? ഈ ചോദ്യം സ്വാഭാവികം. എന്നാൽ മുൻ മോഡലായ OnePlus 3Tയേക്കാൾ 20% ബാറ്ററി ചാർജ് നിലനിൽക്കുമെന്നും കമ്പനി വാഗ്ദാനം നൽകുന്നു. പാക്കേജിൽ യൂസർ മാനുവലിനൊപ്പം സിം ഇജക്ടറും ചാർജറും USB കേബിളും കാണാം. വെറും ചാർജറല്ല ഇത്. കമ്പനി ഇതിനെ ഡാഷ് ചാർജർ എന്നാണ് വിളിക്കുന്നത്. ഡാഷ് ചാർജറും ഒപ്പം തന്നിരിക്കുന്ന കേബിളും ഉപയോഗിക്കുകയാണെങ്കിൽ പൂർണ്ണമായും ചാർജ് തീർന്നിരിക്കുന്ന അവസ്ഥയിൽ നിന്നുകൊണ്ട് 100% ചാർജ് ആകാൻ 1 മണിക്കൂർ മതി. 3300 mAh ആണ് ബാറ്ററിയുടെ പവർ. USB-C ടൈപ്പ് കേബിളാണ് OnePlus 5ൻ്റേത്. ആൻഡ്രോയിഡ് 7.1 മിനുക്കിയെടുത്ത ഓക്സിജൻ OS 4.5 സ്നാപ്ഡ്രാഗൺ 835 പ്രോസസറിന്റെ കരുത്തോടെ OnePlus 5 പ്രവർത്തിക്കുന്നത്. ഒരു യൂസർ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ അത് കസ്റ്റമൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. നാനോ ഡ്യുവൽ സിം ഉപയോഗിക്കുന്ന OnePlusൽ മെമ്മറി കാർഡ് സ്ലോട്ടില്ല. മികച്ച സ്പീഡുള്ള ഫിംഗർ പ്രിന്റ് സെൻസറിനോടൊപ്പം ഫോണിന് മാത്രമല്ല ആപ്പുകൾക്കും ഫിംഗർ പ്രിന്റ് ഉപയോഗിച്ചിട്ടുള്ള സുരക്ഷ ഇതിലൊരുക്കിയിട്ടുണ്ട്. ആൻഡ്രോയിഡ് നുഗറ്റ് വേർഷൻ പ്രവർത്തിക്കുന്ന OnePlus 5ന് 8 GB റാം മോഡലിന് ഇൻബിൽട്ട് 128 GB, 6 GB റാം മോഡലിന് 64 GB സംഭരണശേഷി. ഇനി സ്വല്പം ക്യാമറ വിശേഷമാവാം. സോണിയുടെ ഇമേജ് സെൻസറുകൾ ഉപയോഗിക്കുന്ന വൈഡ് ആംഗിളിന് 16 MP ക്യാമറയും ടെലിഫോട്ടോയ്ക്ക് 20 MP ക്യാമറയുമാണ് OnePlus 5ൻ്റെ റിയർ സൈഡ്. വീഡിയോ റെക്കോർഡിംഗ് 4K വരെ സപ്പോർട്ടുണ്ട്. ഫോട്ടോ എടുക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ആകുന്ന ഫീച്ചർ OnePlusൻ്റെ പ്രത്യേകതയാണ്. 16 MP ഫ്രണ്ട് ക്യാമറ. ക്യാമറയിൽ എടുക്കുന്ന ചിത്രങ്ങൾ സൂപ്പർ ക്വാളിറ്റി തന്നെ, അതിലൊന്നും പറയാനില്ല.
പോർട്രേറ്റ് മോഡിൽ ബാക്ക്ഗ്രൗണ്ട് ബ്ലറാകുന്ന DSLR സ്റ്റൈൽ എഫക്റ്റും മിഴിവിറ്റ കളർ ഡെപ്തും OnePlus ക്യാമറയുടെ വ്യത്യസ്തതയാണ്. GB റാമിന്റെ കഴിവ് ചെക്ക് ചെയ്യാൻ പറ്റിയ ആപ്പുകളൊന്നും തന്നെ ഇന്ന് നിലവിലില്ല. അതുകൊണ്ട് തന്നെ പെർഫോമൻസിന്റെ കാര്യത്തിൽ ഒന്നും പറയാനുമില്ല. ഐഫോണിലെ സൈലന്റ് സ്വിച്ചിനെ അനുസ്മരിക്കുന്ന രീതിയിൽ സൈലന്റ് മോഡാക്കാൻ ഒരു സ്വിച്ച് OnePlus 5-ലുമുണ്ട്. എന്നാൽ മുകളിലേക്കും താഴേക്കും ചലിപ്പിക്കുന്ന ആ സ്വിച്ച് പലപ്പോഴും പാൻസിന്റെ പോക്കറ്റിൽ ഇടുമ്പോൾ ഫോൺ സൈലന്റ് ആകാൻ കാരണമാകുന്നുണ്ട്. OnePlus Care ആപ്പ് ഇൻസ്റ്റാൾ ചെയ്താൽ അതിലൂടെ കൂടുതൽ തുക നൽകി എക്സ്ട്രാ 24 മാസം വരെ വാറണ്ടിയും ആക്സിഡന്റ് ഡാമേജിന് ഇൻഷുറൻസ് പരിരക്ഷണവും OnePlus വാഗ്ദാനം ചെയ്യുന്നു. മറ്റു പലരുടെയും പാത പിന്തുടർന്ന് പാക്കേജിനൊപ്പം ഇയർഫോൺ OnePlusഉം നൽകുന്നില്ല. എന്നാൽ സ്റ്റാൻഡേർഡ് ഇയർഫോണുകളിലെല്ലാം തന്നെ മികച്ച ശബ്ദസുഖം OnePlus 5 നൽകുന്നുണ്ട്. സ്പീക്കർ ഔട്ടും മോശമല്ല. മറ്റുള്ള ഫോണിൽ നിന്നും കൂടുതൽ ബാസും അത്യാവശ്യം നല്ല ശബ്ദ ക്വാളിറ്റിയും വ്യത്യാസമായി തന്നെയുണ്ട്. നോ എന്ന് പറയേണ്ടി വന്നത് ചില കാര്യങ്ങളിൽ മാത്രം. റേഡിയോ ഇല്ല, വയർലെസ് ചാർജിംഗ് ഇല്ല, വാട്ടർ പ്രൂഫുമല്ല. ഇത്രയൊക്കെ ഫീച്ചർ ഉണ്ടെങ്കിലും വയർലെസ് ചാർജിംഗ് ഇല്ല എന്നത് ഒരു വലിയ പോരായ്മ തന്നെയാണ്. വിലപ്പെട്ട ഫോട്ടോകളും ഡോക്യുമെന്റുകളും സുരക്ഷിതമായി എൻക്രിപ്റ്റ് ചെയ്ത് സൂക്ഷിക്കാൻ സെക്യൂർ ബോക്സും OnePlus 5 വാഗ്ദാനം ചെയ്യുന്നു. ഫിംഗർപ്രിന്റ്, ഹോൾ, ആക്സിലറോമീറ്റർ, ജൈറോസ്കോപ്പ്, പ്രോക്സിമിറ്റി, RGB ആംബിയന്റ് ലൈറ്റ് സെൻസർ, ഇലക്ട്രിക് കോമ്പാസ്, സെൻസർ ഹബ് തുടങ്ങി എല്ലാ സെൻസറുകളും 1.5-ലുണ്ട്. 5.5 ഇഞ്ചിന്റെ 401 ppi റെസൊല്യൂഷനുള്ള ഫുൾ HD ഒപ്റ്റിക് അമോലെഡ് ഡിസ്പ്ലേ ആണ് OnePlus 5-നുള്ളത്. കോർണിംഗ് ഗൊറില്ല ഗ്ലാസ് 5ന്റെ സംരക്ഷണ കവചവും OnePlus 5-നുണ്ട്. കൂടുതൽ മൊബൈലുകളും കൂടുതൽ ഡിവൈസുകളുമായി ഗാഡ്ജറ്റ് ടൈമിൽ നമുക്ക് വീണ്ടും കാണാം. സ്നേഹപൂർവ്വം ഞാൻ രതീഷ് ആർമേനോ. എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്ന പ്രിയ കൂട്ടുകാരറിയാൻ ചില കാര്യങ്ങൾ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും അപ്പോൾ തന്നെ നിങ്ങൾക്ക് മൊബൈലിലൂടെ അറിയാൻ കഴിയും. അതിനായി ഈ വീഡിയോയുടെ താഴെയുള്ള സബ്സ്ക്രൈബ് എന്ന ചുവന്ന ലെറ്ററിൽ അമർത്തിയ ശേഷം ബെല്ലിൻ്റെ ചിഹ്നത്തിലും അമർത്തുക. വീഡിയോയുടെ തലക്കെട്ട് എഴുതിയിരിക്കുന്നതിന് നേരെയുള്ള ആരോയിൽ അമർത്തിയാൽ ആ വീഡിയോയിലെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഇതുപോലെ കാണാൻ സാധിക്കും. തൊട്ടു താഴെ വലത്തോട്ടുള്ള ഒരു ആരോ സിമ്പൽ കാണാം. അതമർത്തിയാൽ ഫേസ്ബുക്ക്, വാട്സാപ്പ് തുടങ്ങിയവയുടെ ഐക്കൺ കാണാം. ഫേസ്ബുക്ക് ഐക്കൺ സെലക്ട് ചെയ്താൽ നമുക്ക് ഒരു ബോക്സ് കാണാനാവും. ആ ബോക്സിൽ പോസ്റ്റ് എന്നത് അമർത്തിയാൽ നിങ്ങളുടെ ഫേസ്ബുക്ക് പ്രൊഫൈലിലേക്ക് അത് ഷെയർ ചെയ്യാം. അതുപോലെ തന്നെ വാട്സാപ്പിലും ഷെയർ ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടവർക്ക് ലൈക്ക് ചെയ്യാം. ഉപകാരപ്രദമല്ല എന്ന് തോന്നിയാൽ മടിക്കാതെ അൺലൈക്കും അടിക്കുക. സ്നേഹപൂർവ്വം ഞാൻ രതീഷ് ശർമ്മ.